ഭിന്ന ഭാവങ്ങളുമായി നിരവധി ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മമ്മൂട്ടി. മലയാള ചലച്ചിത്രത്തിന്റെ ഖ്യാതി ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും എത്തിക്കുവാൻ തന്റെ അഭിനയ പ്രതിഭയിലൂടെ കഴിഞ്ഞ മമ്മൂട്ടിയാണ് ഇത്തവണത്തെ മില്ലേനിയം ആക്ടർ. ഡോക്ടർ അംബേദ്കർ മുതൽ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ പഴശ്ശിരാജ വരെയുള്ള ചിത്രങ്ങളിലൂടെ ചരിത്രത്തിന് മുന്നേ നടന്ന കഥാപാത്രങ്ങളിലൂടെ മമ്മൂട്ടി മില്ലേനിയം ആക്ടർ പുരസ്കാരം നേടി. മൈക്ക് സിറ്റി അപ്പന്റെ പേരാ സിറ്റിക്ക് തോപ്രാംകുടി ഇടുക്കി ജില്ല. ഒഴിവ് സമയമുള്ളപ്പോൾ നമുക്കൊന്ന് ഇരിക്കാമോ? കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് വേറെ യുദ്ധമാണ്. പുളിപ്പൂർ. ഡോക്ടർ അംബേദ്കർ, വിധേയൻ, പൊന്തന്മാട, ഒരു വടക്കൻ വീരഗാഥ, മതിലുകൾ, കാഴ്ച, ഭൂതക്കണ്ണാടി, തനിയാവർത്തനം, പാലേരി മാണിക്യം, പഴശ്ശിരാജ തുടങ്ങി വിവിധ ചലച്ചിത്രങ്ങളിൽ മമ്മൂട്ടി കാട്ടിയ അഭിനയ വൈദഗ്ധ്യം മില്ലേനിയം ആക്ടർ പുരസ്കാരം മമ്മൂട്ടിക്ക് നേടിക്കൊടുത്തു. ചരിത്ര കഥാപാത്രങ്ങൾക്ക് സ്വന്തം മുഖകാന്തി നൽകുകയും അഭിനയിച്ച വേഷങ്ങൾ ചരിത്രമാവുകയും ചെയ്ത വിസ്മയം ഉജാല ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിന് ആദരിക്കപ്പെടുന്നു. ഇത്തവണത്തെ മില്ലേനിയം ആക്ടർ മെഗാസ്റ്റാർ മമ്മൂട്ടി. ഉജാല ഏഷ്യൻ ഫിലിം അവാർഡ്സ് 2010 മികച്ച നടൻ നോമിനേഷൻ മമ്മൂട്ടി. ചിത്രങ്ങൾ ലൗഡ് സ്പീക്കർ, പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ, പഴശ്ശിരാജ. എന്റെ സ്ഥലവാരനെ പോട്ടെന്ന് വെച്ചാൽ ഇത് അപ്പനായിട്ട് ഉണ്ടാക്കിയതാ. തന്നെയല്ല, ഉരുള് പൊട്ടിയ മലയിടിഞ്ഞ് വന്നപ്പോ അതിനടിയിൽപ്പെട്ട എന്റെ അപ്പൻ ചത്തു. എന്റെ അപ്പൻ അതിനടിയിൽ എവിടെ ഉണ്ട്? അത് പോവാന്ന് വെച്ചാ എനിക്ക് ജീവൻ പോകുന്നില്ല. കാലാകാലമായി നിലവറയിൽ സൂക്ഷിച്ചിരുന്ന ദ്രവ്യങ്ങളും ആഭരണങ്ങളും പട്ടാളം കൈവശപ്പെടുത്തി. അറിഞ്ഞല്ലോ, പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ. ഒരു മാണിക്യത്തിനല്ല, 9 എണ്ണത്തിനെ കൊന്നാലും ഒരു നായും ചോദിക്കല. നിന്റെയൊക്കെ പുറയിലുണ്ടാ കാണാൻ പറക്കത്തുള്ള പെണ്ണുങ്ങള്. അമ്മദാജന്റെ കണ്ണുപെട്ട വേണം തോന്നിയ എന്തും ചെയ്യും. ഞാൻ കൊല്ലണം തോന്നിയ കൊല്ലും. മോഹൻലാൽ. ചിത്രങ്ങൾ ഭ്രമരം, ഇവിടം സ്വർഗമാണ്. ഒച്ച വെച്ച് പ്രശ്നം ഉണ്ടാക്കിയ നിനക്ക കുഴപ്പം. പണ്ട് ഇവനിങ്ങനെ എടുത്തേട്ടോ. ഞാൻ ആരാന്നറിഞ്ഞ തകരുന്നത് നിന്റെ കുടുംബമായിരിക്കും. വരണം വരണം. വക്കീലന്മാരെല്ലാവരും കാശിന് വേണ്ടി നടക്കുന്നവരാണെന്ന വിചാരം എനിക്കില്ല. എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. കുട്ടിയുടെ ഭാവി എന്റെ കയ്യിലല്ല, എന്റെ ഭാവി കുട്ടിയുടെ കയ്യിലാണ്. അതാണ് കോടതിയെ വെച്ച് ഞാൻ അങ്ങനെയൊക്കെ ഒന്നും മനസ്സിൽ വിചാരിക്കരുത്. അപ്പച്ചനെവിടെ? വരണം. പൃഥ്വിരാജ്. ചിത്രം പുതിയ മുഖം. താളം കൊട്ടി മാത്രം ശീലിച്ചൊരു ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ. എന്റെ കാലിന്റെ താഴെ ഇപ്പൊ നിന്റെ നെഞ്ച് പിടയ്ക്കുന്ന താളവാ. ഞാൻ ആഞ്ഞൊരു ചവിട്ടിയ കച്ചേരിക്ക് കൊട്ടി നിർത്തുന്ന പോലെ ഇത് നിലയ്ക്കും. ഉജാല ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് 2010 മികച്ച നടൻ മോഹൻലാൽ. ചിത്രങ്ങൾ ഭ്രമരം, ഇവിടം സ്വർഗമാണ്. അനായാസമായ അഭിനയ രീതി കൊണ്ട് താരത്തിന്റെ പരിവേഷം അഴിച്ചുവെച്ച് കഥാപാത്രങ്ങളുടെ ആത്മാവിലേക്ക് കയറുന്ന സർഗധനനായ നടൻ മോഹൻലാലാണ് ഉജാല ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് 2010 മികച്ച നടൻ. വെച്ച് പ്രശ്നം ഉണ്ടാക്കിയ നിനക്ക കുഴപ്പം. പണ്ട് ഇവനിങ്ങനെ എടുത്തേട്ടോ. ഭ്രമരം എന്ന ചിത്രത്തിലെ ശിവൻകുട്ടി എന്ന കഥാപാത്രത്തെയും ഇവിടം സ്വർഗമാണെന്ന ചിത്രത്തിലെ മാത്യൂസ് എന്ന കഥാപാത്രത്തെയും മോഹൻലാൽ അത്യുജ്വലമാക്കിയതിനാണ് പുരസ്കാരം. ആദ്യമായിട്ടാ ഞാനൊരു കമ്മീഷന്റെ കൂടെ ഇങ്ങനെയൊക്കെ. എന്ത് വേണമെങ്കിലും പറയാം. തനിക്ക് എന്താ വേണ്ടേ? ഒരു കമ്മീഷനാകുമ്പോ ശിവൻകുട്ടിയെ പോലൊരാൾ, മാത്യൂസിനെ പോലൊരാൾ നമുക്കിടയിലുണ്ടെന്ന് മലയാളിയെ ബോധ്യപ്പെടുത്തിയ പ്രതിഭാവിലാസത്തെ ഉജാല ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് 2010 മികച്ച നടനായി അംഗീകരിക്കപ്പെടുന്നു.